ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. പ്രതിസന്ധികളിൽ ഉയരാനാവാതെ ക്ഷീരമേഖല, കർഷകർ ദുരിതത്തിൽ. ഇന്ന് കേരളത്തിൽ വൻ പ്രതിസന്ധി നേരിടുന്ന മേഖലയാണ് ക്ഷീര കർഷക മേഖല. പുതിയ തലമുറ ക്ഷീര കർഷക മേഖലയിലേക്ക് വരാത്തതും പശുക്കൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള കാലിത്തീറ്റ, ചോളകത്തവിട് ഉൾപ്പെടെയുള്ള തീറ്റകളുടെ വൻ വിലക്കയറ്റവും ക്ഷീര വികസന മേഖലയെ സാരമായി ബാധിച്ചു. പുതിയ തലമുറയിലെ ആരും തന്നെ ക്ഷീരമേഖലയിലേക്ക് വരാത്തതിനും ഈ മേഖല ലാഭകരമല്ല എന്നുള്ളതാണ് മൂലകാരണം. അതോടൊപ്പം തന്നെ മിൽമ ക്ഷീര കർഷകർക്ക് 42 മുതൽ 45 രൂപ വരെയാണ് റീഡിംഗ് ഫാക്ട് കണക്കാക്കി കർഷകർക്ക് നൽകുന്നത്. 1 ലിറ്റർ പാലിന് ഉൽപാദന ചെലവ് 65 രൂപയിൽ കൂടുതലുണ്ടെന്നിരിക്കെ 45 രൂപയ്ക്ക് പാല് കൊടുക്കുന്നത് നഷ്ടമാണെന്നുള്ളതാണ് ഈ മേഖലയിലേക്കുള്ള ആളുകളുടെ വരവ് നിൽക്കുവാനും ഈ മേഖലയിലുണ്ടായിരുന്ന പലരും ഉരുക്കളെ വിറ്റ് മേഖല അവസാനിപ്പിക്കുവാനും കാരണം. കെമിക്കൽ നിറഞ്ഞ അന്യ സംസ്ഥാനത്തു നിന്നും വരുന്ന പാലുകൾക്ക് പോലും 70 രൂപ കൊടുക്കണമെന്നിരിക്കെ സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മിൽമ ക്ഷീര കർഷകർക്ക് നൽകുന്നത് തുച്ഛമായ തുകയായതിനാലും മിൽമയുടെ സ്കീമുകൾ പലതും അശാസ്ത്രീയമായതിനാലുമാണ് പലരും ഈ മേഖലയിലേക്ക് വരാൻ മടിക്കുന്നത്. കേരളത്തിലെ പാലുൽപാദനം കൂട്ടാൻ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പശുക്കളെ വാങ്ങണമെന്ന് ഉപാധി വയ്ക്കുമ്പോൾ മറ്റൊരു കാലാവസ്ഥയിൽ ജീവിച്ച പശുക്കൾ ഇവിടെ വന്നാൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം പാൽ ഉൽപാദനത്തിലും കുറവ് വരികയും 20% മരണമടയുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങിക്കൊണ്ടുവരുന്ന പശുവിനെ വെറ്റിനറി ഡോക്ടർ, ഇൻഷുറൻസ് കമ്പനി എന്നിവർ വന്ന് ഇൻഷുറൻസ് ചെയ്തതിനു ശേഷം മാത്രമാണ് പണം ലഭിക്കുക. ആ പണവും പശുവിനെ വിൽപ്പന നടത്തിയ അന്യ സംസ്ഥാനക്കാരന്റെ അക്കൌണ്ടിലേക്കാണ് അയക്കുക എന്നുള്ള അശാസ്ത്രീയമായ നിയമങ്ങളും ഇടനിലക്കാരുടെ കൊള്ളയടിയും ഇത്തരം സ്കീമുകൾ ഒഴിവാക്കാൻ കർഷകർ കാരണമായി പറയുന്നു. പശുക്കൾക്ക് കൊടുക്കുന്ന വൈക്കോൽ ഒരു ബണ്ടിലിന് 200 രൂപ ആവുകയും പച്ചപ്പുല്ല് 1 കിലോ 4 രൂപ വില കൊടുത്തുമാണ് പല കർഷകരും വാങ്ങിക്കുന്നത്. ഇന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്ന പലരും സമ്മിശ്ര രീതിയിൽ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. പാലിന്റെ ലാഭം മാത്രമല്ല, തങ്ങളുടെ കാർഷിക ആവശ്യത്തിനു വേണ്ട ജൈവവളമായ ചാണകവും ഗോമൂത്രവും കൂടെ ലഭിക്കുമെന്നുള്ളതുകൊണ്ട് കൂടെയാണ് സമ്മിശ്ര കർഷകരായ പല കർഷകരും ഈ മേഖലയിൽ നിലനിൽക്കുന്നത്. 3 വർഷം മുന്നേ 850 രൂപയിലുണ്ടായിരുന്ന കാലിത്തീറ്റ ഇന്ന് 1500-ൽ കൂടുതലായി. സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ച് കാലിത്തീറ്റ വിലക്കയറ്റത്തിന് തടയിടുകയോ കാലിത്തീറ്റ സബ്സിഡിയായി നൽകുകയോ ചെയ്താൽ മാത്രമേ ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിയൂ. അല്ലാത്തപക്ഷം കേരളത്തിലെ ക്ഷീരവികസന മേഖല തകരുമെന്നും കഴിഞ്ഞ 50 വർഷത്തിലധികമായി ക്ഷീരമേഖലയിൽ പ്രവർത്തിക്കുകയും ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ബോർഡ് മെമ്പറുമായ കാർഷിക മേഖലയിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയ തിരുവല്ലോമലയിലെ എം രാമചന്ദ്രൻ എന്ന മണിയേട്ടൻ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും ആശങ്കകളും പങ്കുവയ്ക്കുന്നു. ഞാൻ 10-15 വയസ്സ് മുതൽ പശു വളർത്തലും ചെറുപ്പം മുതലൊക്കെ വീട്ടിൽ ഉണ്ടായിരുന്നു. അത് കണ്ടു വളർന്നതാണ്. പിന്നെ കൃഷിയൊക്കെ ചെയ്തിട്ടും പശു കറന്ന് പാല് വിൽപ്പന നടത്തിയിട്ടും ഒക്കെ ജീവിച്ച് പോകുന്നതാണ്. അപ്പോൾ ഇന്നുള്ള ചെറുപ്പക്കാരും ക്ഷീരമേഖലയിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് ക്ഷീരമേഖല ആകെ തകർന്നിരിക്കുകയാണ്. ചെറുപ്പക്കാർക്ക് ആർക്കും താല്പര്യമില്ല. മിൽമ സബ്സിഡിയൊക്കെ കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പശു വാങ്ങിക്കണമെന്നാണ് അതിൻ്റെ റൂൾസ്. അപ്പോൾ അവർ പശു നമ്മൾ വാങ്ങിച്ച് ഡോക്ടർ സീൽ ചെയ്തതിന് ശേഷമാണ് നമുക്ക് അവർക്ക് പൈസ തരിക. അതുകൊണ്ട് അന്യ സംസ്ഥാനത്ത് പോയി നമുക്ക് കടം മേടിക്കാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട്. പിന്നെ അന്യ സംസ്ഥാനത്ത് നിന്ന് മേടിക്കുമ്പോൾ പശുവിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ മിൽമയുടെ സഹായം അങ്ങനെയാണ്. അതുകൊണ്ടൊന്നും ആരും അത് മേടിക്കാൻ തയ്യാറാവുന്നില്ല. നമ്മുടെ പാലിൻ്റെ ആവശ്യം നടക്കും. പിന്നെ കൃഷിക്ക് ആവശ്യത്തിനുള്ള ചാണകം കിട്ടും. നിത്യച്ചെലവ് നടന്നു പോകുന്നല്ലാതെ വലിയ പുരോഗമനങ്ങളൊന്നും ഇതൊന്നും ഉണ്ടാകുന്നില്ല. ഞാനൊരു സംഘത്തിൻ്റെ മെമ്പറും കൂടിയാണ്, ക്ഷീരസഹകരണ സംഘത്തിൻ്റെ മെമ്പറും കൂടിയാണ്. അപ്പോൾ സംഘത്തിന് ഇവിടെ സബ്ബുണ്ട്. ഈ പാലിൻ്റെ ഉൽപ്പാദനക്കുറവ് കാരണം സബ്ബ് പൂട്ടേണ്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. CCV ന്യൂസ്, തിരുവല്ലോമല.